redox reaction. Redox reaction. Oxidation number. Oxidation number. ആദ്യത്തെ ഹെഡിങ് ഓക്സിഡേഷൻ നമ്പർ. എപ്പോഴും ഈ ഇതിന് കുറെ പോയിന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, ഒരു മാർക്കിന് ചോദിക്കുന്ന കുറച്ച് പോയിന്റുകളാണ് തരുന്നത്. ഇത് പഠിക്കണം, ഇതേപോലെയാണ് പഠിക്കണം. The oxidation number, the oxidation number of all elements in free or uncombined state is 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സ്റ്റേറ്റിലോ അൺകമ്പൈൻഡ് സ്റ്റേറ്റിലോ, ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ Cl2 ഫ്രീ സ്റ്റേറ്റിലായിരിക്കുന്നത്. ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ. Na ഒറ്റയ്ക്കായിരിക്കുന്നത്, ഫ്രീ സ്റ്റേറ്റിലായിരിക്കുന്നത്. Na ഫ്രീ സ്റ്റേറ്റിലിരിക്കുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 0. ഹൈഡ്രജൻ മോളിക്യൂൾ ഫ്രീ സ്റ്റേറ്റിൽ ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ടായിരിക്കുന്നത്, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0. അപ്പോൾ ഫ്രീ സ്റ്റേറ്റിലോ അല്ലെ അൺകമ്പൈൻഡ് സ്റ്റേറ്റിലോ ഇരിക്കുന്ന എല്ലാ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ എഴുതേണ്ടത് ഫോർ സിമ്പിൾ അയോൺസ് the oxidation number is equal to the charge on ion. For simple ions, the oxidation number is equal to charge on ion. Charge on ion എന്ന് പറയുമ്പോൾ എന്താ? അയോണിന്റെ മുകളിലുള്ള ചാർജ് നീക്കലായിരിക്കും അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. ആണ് സിമ്പിൾ അയോൺസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം Na1+ സിമ്പിൾ അയോൺ ആണ്. ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇതിന്റെ ചാർജ് എന്താ? ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? +1 ആണ്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് തന്നെയായിരിക്കും? ഓക്സിഡേഷൻ നമ്പറും എന്ത് തന്നെയായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ ആണ്. നമ്പറും എത്ര തന്നെയായിരിക്കും? +1 തന്നെയായിരിക്കും. 1 എന്ന് പറയില്ല, +1 എന്ന് പറയണം. ബാലൻസി പറയുമ്പോഴേ ഉള്ളൂ ചാർജ് ഇല്ലാതെ പറയുന്നത്. ഓക്സിഡേഷൻ നമ്പർ പറയുമ്പോൾ എപ്പോഴും വിത്ത് ചാർജ് വേണം പറയാൻ. ഓക്കെ. ചാർജ് വിത്ത് ബാലൻസി ആണ് ഓക്സിഡേഷൻ നമ്പർ. പക്ഷെ എല്ലാത്തിന്റെയും അങ്ങനെ ആവണമെന്നില്ല, സിമ്പിളർ അയൺസിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. വേറൊന്നും നമുക്ക് എടുക്കാമല്ലോ. കാൽസ്യം Ca2+, ഇതിന്റെ ചാർജ് എന്താ? ഇതൊരു കാറ്റിയോൺ ആണ്, ചാർജ് എന്താ? +2 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറും എത്ര തന്നെയാണ്? ഓക്സിഡേഷൻ നമ്പറും എത്ര തന്നെയാണ്? +2 ആണ്. അല്ലേ? ശരിയല്ലേ? മഗ്നീഷ്യം എന്താണ് അവസ്ഥ? Mg2+, ചാർജ് എത്രയാ? ചാർജും +2 ആണ്. ഓക്സിഡേഷൻ നമ്പറും എത്ര തന്നെയാണ്? അതും +2 തന്നെയാണ്. ശരിയല്ലേ? അടുത്തത് all alkali metal have oxidation number of +1 ആയിരിക്കും. ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് അറിയാമോ? ആൽക്കലി മെറ്റൽ എന്താ? ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ആൾക്കാരെയും ആൽക്കലി മെറ്റൽ എന്നാണ് പറയുന്നത്. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, സീസിയം, റുബിഡിയം, ഫ്രാൻസിയം, ഇതെല്ലാം എന്താ? ആൽക്കലി മെറ്റൽ എന്നാണ് പറയുന്നത്. അതിന്റെ ബാലൻസ് എല്ലാം നിങ്ങൾ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എല്ലാം നിങ്ങൾ നോക്കുവാണെങ്കിൽ എത്രയാ? +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ അല്ല. അടുത്തത് അതിന്റെ തൊട്ടടുത്ത ഗ്രൂപ്പ് ഏതാ? തൊട്ടടുത്ത ഗ്രൂപ്പിന് നമ്മളൊരു പേര് പറയും, ആൽക്കലി എർത്ത് മെറ്റൽ എന്നാണ് അവരെ പറയുന്നത്, അല്ലേ? അവന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും എന്നറിയാമോ? +2 ആയിരിക്കും. അപ്പം ഓൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽ have
oxidation number of plus 2. ക്രിസിൻ നമ്മൾ ഇത്ര എഴുതിപ്പിച്ചു. ക്രിസിൻ ഇവിടെ ഉണ്ടോ? ക്രിസിൻ ഒന്ന് പറയാമോ? ക്രിസിൻ ക്രിസിൻ നമ്മൾ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ കെമിസ്ട്രിയുടെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിന്റെ ഇത്രയും കാര്യങ്ങൾ എഴുതിപ്പിച്ചു. അതായത് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു ഇതാണ് പറയാൻ പോകുന്നത്. ഒരു ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഫ്രീ സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ അൺകമ്പൈൻഡ് സ്റ്റേറ്റിലുള്ള എല്ലാ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ എണ്ണയാണ്, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0. ക്ലോറിൻ Cl2 ആയിട്ടാണ് ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുന്നത്, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0. ഹൈഡ്രജൻ H2 ആയിട്ടാണ് ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുന്നത്, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0. അപ്പോൾ ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുന്ന എല്ലാ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇനി സിംപ്ലർ അയോൺ ആണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ അതിന്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ എണ്ണയുടെ ചാർജ് കണ്ടോ, Na1+ന്റെ ചാർജ് +1 ആണ്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഓക്സിഡേഷൻ നമ്പറും +1 ആണ്. കാൽസ്യത്തിന്റെ ചാർജ് Ca2+ ആണ്. അപ്പം 2+2 ആണ്, ഓക്സിഡേഷൻ നമ്പറും +2. മഗ്നീഷ്യത്തിന്റെ 2+ ആണ്, ഇതും +2 ഇതും +2. അങ്ങനെയാണെങ്കിൽ ആൽക്കലി മെറ്റലിന്റെയും ഓക്സിഡേഷൻ, നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് എലമെന്റ് ആണ് ആൽക്കലി മെറ്റൽ, അവരുടെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. അതായത് ലിഥിയം, ബെറിലിയം, ബോറോൺ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, സീസിയം, റൂബിഡിയം, ഫ്രാൻസിയം, അവരെല്ലാം. ഓക്കെ, തൊട്ടടുത്ത ഗ്രൂപ്പിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ആൾക്കാരുടെയും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആണ്. അടുത്ത എഴുതിക്കോ, ഒരു ഡോട്ട് ഇട്ട്. അലൂമിനിയം, അതിനെ നമുക്കറിയാലോ, അത് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ എഴുതുവാണ്. അലൂമിനിയം shows an oxidation number of +3. നമുക്കറിയാലോ Al3+ അല്ലേ, അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ നമ്പറും അതിന്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് +3 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒന്ന് ഷുവറായിട്ടും ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്, അല്ല ഒരു പോയിന്റ് ആണ് ഞാൻ ഇപ്പൊ ഇനി എഴുതാൻ പോകുന്നത്. എഴുതിക്കോളൂ. ദ കോമൺ ഓക്സിഡേഷൻ number of oxygen is -2 ആണ്. ആണോ? അതായത് ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? ഓക്സിഡേഷൻ നമ്പർ എത്ര? -2. ഇല്ലേ? നമ്മൾ എന്താ ഓക്സിജൻ എന്താ എഴുതുന്നത്? O2- എന്നല്ലേ എഴുതുന്നത്. എന്നാൽ ബട്ട് ഇൻ പെറോക്സൈഡിൽ ഓക്സിജന്റെ പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 2 പെറോക്സൈഡുകളുണ്ട്. H2O2 ഉണ്ട്, അതേപോലെ തന്നെ Na2O2 ഉണ്ട്. അതായത് സോഡിയം പെറോക്സൈഡും അതേപോലെ ഹൈഡ്രജൻ പെറോക്സൈഡും. ഇവരുടെ രണ്ടുപേരുടെയും കേസിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്നറിയോ? ഓക്സിഡേഷൻ number of oxygen is -1 ആണ്. നിങ്ങൾ ഇതുവരെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 എന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ആദ്യമായിട്ട് പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആലോചിച്ചോണം.
പെറോക്സൈഡുകളിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓൾസോ ഇൻ superoxide also in superoxides എന്ന് പറയുമ്പോൾ KO2 RbO2, അതായത് സൂപ്പർ ഓക്സൈഡുകൾ എന്ന് പറയുമ്പോൾ KO2 RbO2 എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. അതായത് ഓക്സിഡേഷൻ number of oxygen is +2 ആണ്. ഇനിയും ഹൈഡ്രജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +1. എന്നാൽ ഹൈഡ്രജൻ -1 കാണിക്കുന്ന ഓക്സിഡേഷൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന കോമ്പൗണ്ടുകളുണ്ട്. അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതും പരീക്ഷയ്ക്ക് ചോദിക്കും. ദ കോമൺ ഓക്സിഡേഷൻ number of hydrogen is +1, but in metal hydrides it shows -1. എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നോക്കിയോ, NaH എടുക്കാം. NaH എടുത്ത് നോക്കിയേ. ഇവിടെ എണ്ണയുടെ എന്താണ് ഇതെന്താ ഇത് ചാർജ് എന്താ? Na1+ ആ. എന്നാൽ ഹൈഡ്രജന്റെയോ 1- ആ. കണ്ടോ? കാരണം 1- വന്നാൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ. ഇവിടെ 1- ഒരെണ്ണം +1 ഒരെണ്ണം -1 വന്നാലല്ലേ ചേർത്തുള്ളൂ. അപ്പൊ ഈ ഹൈഡ്രൈഡുകളിൽ, മെറ്റൽ ഹൈഡ്രൈഡുകളിൽ ഇവരുടെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അടുത്തത് ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് halogen. Common oxidation state of halogen is -1 ആണ്. ഹാലജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചേർത്ത് ഇപ്പൊ അങ്ങ് പഠിപ്പിക്കുകയാണ്. നോക്കിക്കോളൂ. ഫൈൻഡ് ദ ഓക്സിഡേഷൻ number of elements in following compound. Find the oxidation number of elements in the following compound. Okay, അതിൽ ഒന്നാമത്തേത് CO2 ആണ്. അതായത് CO2 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ. ഞാൻ ON എന്ന് എഴുതുവാണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ. CO2 കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. എന്താ ചെയ്യേണ്ടത്? അറിയാത്ത സാധനത്തിന് നമ്മൾ X എന്ന് എഴുതുന്നത് ഇല്ലയോ? അപ്പൊ നമുക്ക് കാർബണിന്റെ അറിയത്തില്ല. കാർബണിന്റെ ഇതിനെ X എന്ന് ഇട്ടു. ഓക്കെ, പ്ലസ്. ഓക്കെ ആണല്ലോ. ഇനിയും എന്താണ് ഓക്സിജന്റെ എത്രയാ? ഓക്സിജന്റേത്, അതായത് സൂപ്പർ ഓക്സൈഡുകളോ അല്ലെങ്കിൽ പെറോക്സൈഡുകളോ ഒന്നും അല്ലെങ്കിൽ അതിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. അപ്പൊ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2. ഒരു ഓക്സിജന് -2 ആണെങ്കിൽ 2 ഓക്സിജന് 2 × -2 ഈസിക്കൽ ടു ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണെങ്കിൽ, അതായത് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, അതായത് ചാർജ്ഡ് ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ എലിമെന്റ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായ സ്പീഷ്യസ് അല്ല, ന്യൂട്രൽ ആയിട്ടുള്ള ചാർജ് ഒന്നും ഇല്ലാത്ത കോമ്പൗണ്ട് ആണെങ്കിൽ അവന്റെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ എത്ര വരും? ഇത് x - 4 = 0 എന്ന് വരും. അവിടുന്ന് x = എത്ര വരും? +4. അപ്പം കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +4 ആയിരിക്കും.
അടുത്തത് രണ്ടാമത്തേത് എന്താ? രണ്ടാമത്തേത് KMnO4-നകത്ത് ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mn. നമുക്കറിയാം ഇവിടെ Mn-ന്റെ ഓക്സിഡേഷൻ നമുക്ക് അറിയത്തില്ല, പക്ഷെ കെയുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം. കെ എന്ന് പറയുമ്പോൾ ആൽക്കലി മെറ്റലാണ്, ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +1 ആണ്. അപ്പൊ നമുക്ക് എന്താണ് +1 പ്ലസ് എത്രയാ? മാംഗനീസിന്റെ അറിയത്തില്ല, നമുക്ക് x എന്നിട്ടു പ്ലസ് ഓക്സിജൻ എത്ര? -2 ആണ്. എത്ര ഓക്സിജൻ ഉണ്ട്? 4. അപ്പൊ 4 × -2. ഇതൊരു ന്യൂട്രൽ കോമ്പൗണ്ട് തന്നെയാണ്. അപ്പൊ എത്രയാ? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1 + x -8 = 0. അവിടെ നിന്ന് x 1 - 8 എന്ന് പറയുമ്പോൾ -7 ആണ്. x - 7 = 0. x എത്രയാ? +7. ഈ മാംഗനീസിന് ഒരു പ്രത്യേകത ഉണ്ട്. മാംഗനീസ് രണ്ട് ഓക്സിഡേഷൻ +2 ഓക്സിഡേഷൻ തൊട്ട് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെ കാണിക്കുന്ന വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആളാണ്. നമ്മൾ ഇതുവരെ ഒരു എലമെന്റിന് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെന്നല്ലേ 10ാം ക്ലാസ് വരെ പഠിച്ചേ. പക്ഷെ ഇപ്പൊ ഓക്സിജൻ തന്നെ 3. ഞാൻ ഓക്സിജൻ ഹാഫ് എന്നാണ് കേട്ടെ സൂപ്പർ ഓക്സൈഡിൽ. കുഞ്ഞുങ്ങളെ, ഈ സൂപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയില്ലേ കുഞ്ഞുങ്ങളെ, അത് -½ എന്നാക്കണേ. സൂപ്പർ ഓക്സൈഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -½ ആണേ. എനിക്ക് തെറ്റിപ്പോയതാണ്, -½ ആണ് കേട്ടോ. സൂപ്പർ ഓക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -½ അതിന്റെ കൂടെ രണ്ട് കാര്യം കൂടെ എഴുതിയിട്ടോ, അതും വിട്ടുപോയി പറയാൻ. ഇൻ ഓക്സിജൻ, അവിടെ തന്നെ സൈഡിലോട്ട് സ്ഥലം ഉണ്ടെങ്കിൽ എഴുതിയിട്ടോ, ഇൻ ഓക്സിജൻ ഡൈഫ്ലൂറൈഡ് അതായത് OF2 ഇറ്റ് ഈസ് +2 എന്നും, ഓക്സിജൻ ഡൈഫ്ലൂറൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 എന്നും. ഇൻ ഡൈഓക്സിജൻ ഫ്ലൂറൈഡ് ഫ്ലൂറൈഡില് അതായത് സിമ്പല് O2F2, ഇതിൽ ഓക്സിജൻ ഇറ്റ് ഈസ് എത്രയാണെന്ന് അറിയാമോ? +1 ആയിരിക്കും. ഇതും കൂടെ ഒന്ന് എഴുതിയിടണം, ഞാൻ വിട്ടുപോയതാണ്. അതേപോലെ അതൊന്ന് മാറ്റി എഴുതണം. ഏതാണെന്നറിയാം? സൂപ്പർ ഓക്സൈഡില് -½ ആണ്. അതേപോലെ തന്നെ ഓക്സിജൻ ഡൈഫ്ലൂറൈഡില് എന്താണ്? +2 ആണ്. അതേപോലെ തന്നെ ഡൈഓക്സിജൻ ഫ്ലൂറൈഡില് എന്താണ്? +1 ആണെന്നുള്ള കാര്യം കൂടെ ഒന്ന് എഴുതിയിട്ടേക്കുക, വിട്ടുപോയതാണ്, സോറി. ഇതൊക്കെ ചോദിക്കും കേട്ടോ, ഈ -½ ഒക്കെ ചോദിക്കും. ഞാൻ പെട്ടെന്ന് ഇതിന്റെ ഓക്കെ. അപ്പം ഓൾറെഡി നമ്മൾ മാംഗനീസിന്റെ വരെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരോടും ചോദിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്? അലൻ ഓക്കെ ആണോ മോനെ? അലൻ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് പറയണം. ഓക്കെ. അനഘയൊക്കെ ഓക്കെ ആണോ? സാറേ, എനിക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അന്ന ഒന്ന് പറഞ്ഞേ. അന്ന. ഓക്കെ സർ. ഓക്കെ. അനുഷ്ക, അരവിന്ദ്. ഓക്കെയാണ് സർ. ഓക്കെയാണ്. ക്രിസിൻ, ധനു. ക്രിസിനും ധനു. ഓക്കെ. സർ, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ. ജന്ന ഓക്കെയാണ് സർ. ജൊഹാൻ ഓക്കെയാണ് സർ. ജ്യോതിസ്, സൂര്യഗായത്രി. ഒരു കമ്പൗണ്ട് ഉണ്ട്, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ചോദിക്കണമായിരുന്നു. ഏതിന്റെ ആയിരുന്നു? H2S2O8 ന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? കേട്ടില്ല. H2S2O8 ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? അത് ആ കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, കോമ്പൗണ്ടിന് എപ്പോഴും മൊത്തത്തിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആ. ആ കോമ്പൗണ്ടിനകത്തുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് ആണ് ചോദിക്കേണ്ടത്, മനസ്സിലായോ? S2 ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിനകത്തെ സൾഫറിന്റെ. അത് നമുക്ക് ചെയ്യാം, ഇപ്പൊ ചെയ്യാമല്ലോ. അതിനെന്താ, ഇപ്പൊ ചെയ്യാം, നോക്കിയോ. ഇപ്പൊ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തു തരും. അതെന്റെ കയ്യിലുണ്ട്, ആ കോമ്പൗണ്ട് എന്റെ കയ്യിലുണ്ട്, നമുക്ക് ചെയ്യാം. അതായത് നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഇപ്പൊ CO2-ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് CO2-ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ചോദിക്കത്തില്ല. CO2-ലെ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം കാർബണിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബണിന്റെ ആണ് നമുക്കറിയാതെ, ഓക്സിജനെ നമുക്കറിയാം -2 ആണ്.
ഇപ്പൊ കാർബൺ അറിയാത്തതുകൊണ്ട് കാർബണെ നമ്മൾ എക്സ് എന്ന് എടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു എലമെന്റ് പറയാൻ വേണ്ടി ഇതിനൊരു പ്ലസ് ഇട്ടു. ഓക്സിജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്, 2 ഇട്ടു. ഇൻറ്റു ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കോമ്പൗണ്ട് ആണ്, കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി 0 ആണ്. അപ്പം എക്സ് പ്ലസ് 2 × -2 എന്ന് പറയുമ്പോൾ -4 = 0. അവിടുന്ന് x - 4 = 0. ഈ -4 ഇപ്പുറത്ത് വരുമ്പോൾ x എത്രയാണെന്നറിയോ? x +4 എന്ന് വരും. അതായത് ഈ കാർബണിന്റെ മുകളിൽ വരുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4ഉം ഓക്സിജന്റേത് -2 ആണ് എന്നുള്ളതാണ് ഈ പറയുന്നത്. അലൻ മനസ്സിലായോ? ഏതാ 0യോ? ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ കോമ്പൗണ്ടിന്റെ മൊത്തത്തിൽ ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സമ്മ, അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിനകത്തുള്ള എല്ലാ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സമ്മ എപ്പോഴും 0 ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയോ, KMnO4. ഈ KMnO4നകത്ത് Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവരുടെ രണ്ടുപേരും എനിക്കറിയാം, സിംപ്ലി എനിക്കറിയാം ഇല്ലേ? ഇത് പൊട്ടാസ്യം ആണ്, പൊട്ടാസ്യത്തിൻ്റെത് 1 ആണ്, +1 ആണ്. പ്ലസ് മാംഗനീസിന്റെ അറിയത്തില്ല, എക്സ് ഇട്ടു. പ്ലസ് ഓക്സിജന്റേത് -2 ആണ്. അങ്ങനെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 4 × -2 എന്ന് ഈസിക്കൽ ടു ഒരു എലമെന്റിനകത്തെ എല്ലാ ഒരു കോമ്പൗണ്ടിനകത്തെ എല്ലാ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 0 കിട്ടും അല്ലേ? അത് ചാർജ് തന്നിട്ടില്ലെങ്കിൽ, ചാർജ് തന്നതും കൂടെ കാണിച്ചു തരാം. അപ്പൊ 1 + x - 8 = 0. അവിടുന്ന് 1 - 8 എന്ന് പറയുമ്പോൾ നമുക്ക് -7 വരും. അപ്പൊ x - 7 = 0. അവിടുന്ന് ഈ -7 അപ്പുറത്ത് പോകുമ്പോൾ x +7. ഇതാണ് KMnO4നകത്തുള്ള മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഈ പറഞ്ഞ ചോദിച്ചത് ക്ലിയർ ആണോ? അനഘ, അലൻ, ക്രിസിൻ? ഓക്കെയാണ് സർ. ഓക്കെയാണ് സർ. നമുക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷന്റെ കുറച്ചേറെ കോമ്പൗണ്ടുകൾ നമുക്ക് ചെയ്യാം. നോക്കൂ, find the oxidation number of sulfur in H2SO4. ജ്യോതിസിനോട് തന്നെ ചോദിക്കാം. ജ്യോതിസെ, എന്താ ഞാൻ ഇവിടെ എഴുതേണ്ടത്? 2 + 1. 2 + 1. 2 × +1. അതായത് ഹൈഡ്രജൻ 2 എണ്ണം ഉള്ളതുകൊണ്ട് ഒരു ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയതുകൊണ്ട് 2 എണ്ണത്തിന്റെ വരുമ്പോൾ 2 × +1. ഇനി +x പ്ലസ് സൾഫറിനെ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ x എന്ന് എടുത്തു. പ്ലസ് 4 × -2. 4 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 4 × -2 ഈസിക്കലും എത്രയാ? 0. അപ്പൊ 2 + x - 8 = 0. അവിടുന്ന് x 2 - 8 എന്ന് പറയുമ്പോൾ -6 ആണ്. 2 - 6 = 0. അവിടുന്ന് x ഇവൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും +6. അപ്പം സൾഫറിനകത്തെ സൾഫ്യൂരിക് ആസിഡിനകത്തെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +6 ആയിരിക്കും എന്നുള്ള കാര്യം എഴുതുക. ഇനി വേറൊരു രീതിയിൽ ചോദിക്കാം. വേറൊരു രീതിയിൽ കോമ്പൗണ്ട് തരാം. കോമ്പൗണ്ട് അല്ല, ഒരു അയോൺ തരാം. ഒരു അയോണിക് സ്പീഷീസ് തരാം. നോക്കിയോ, ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ CO3 2-. ഇങ്ങനെ ചാർജ് സ്പീഷീസ് വരുമ്പം നിങ്ങൾ ആ ചാർജ് സ്പീഷീസിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത എന്താ, ഒരു കോമ്പൗണ്ട് തന്നാൽ ആ കോമ്പൗണ്ടിനകത്തുള്ള ഓരോ ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പറിന്റെ സം എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും നമ്മൾ എടുത്തത്? 0 ആണ് എടുത്തെങ്കിൽ ഇവിടെ എന്ത് എഴുതണമെന്ന് അറിയാമോ? ഇവിടെ അതിന്റെ ചാർജ് തന്നെ ആയിരിക്കും അവരുടെ സം. അതായത് ഇവന്റെ ഓക്സിജൻ, ഇപ്പൊ കാർബണിന്റെ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കാർബണിന്റെ എക്സ് പ്ലസ് ഓക്സിജന്റെ -2 ആണ് നമുക്കറിയാം. അപ്പൊ 3 × -2 = ഇവന്റെ മൊത്തത്തിലുള്ള ചാർജ് ആയി തന്നിരിക്കുന്നത്. അപ്പൊ അവന്റെ ചാർജ് ആയിരിക്കണം ഈക്വൽ ടു ഇട്ടിട്ട് എഴുതേണ്ടത്. ഈസിക്കലും എത്ര എന്ന് എഴുതണം? -2 എന്ന് എഴുതണം. അപ്പം എക്സ് ഇവിടെ 3 × -2 -6 ആണ്. അപ്പൊ x - 6 = -2. അവിടുന്ന് x -2 + 6. അവിടുന്ന് x -4. അപ്പം കാർബണിന്റെ അതിനകത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? CO3 അല്ലല്ലോ,
6 മൈനസ് പ്ലസ് 4 തന്നെയല്ലേ വരുന്നത്? 6 മൈനസ് 2 പ്ലസ് 4 അല്ലേ? ഇതായിരിക്കും. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കണേ, ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. വാ അടച്ചു വെച്ച് മിണ്ടാതിരിക്കല്, ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. അടുത്തത് നോക്കിയോ, ഫൈൻഡ്. അടുത്തത് നോക്കിയോ, ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ Cr2O7 2-. ഇവിടെയും ന്യൂട്രൽ കോമ്പൗണ്ട് അല്ല തന്നിരിക്കുന്നത്, ഒരു എന്താണ് ഒരു അയോണിക് സ്പീഷ്യസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ കണ്ടുപിടിക്കാൻ ഇവന്റെ എക്സ് ആയിട്ട് എടുക്കുമല്ലേ, അപ്പൊ നിങ്ങളെല്ലാം എടുക്കാൻ പോകുന്നത് എന്തായിരിക്കും? x+7 അങ്ങനെ ആയിരിക്കും അല്ലയോ? x×2 എന്ന് എടുക്കണം, കാരണം അവിടെ 2 ക്രോമിയം ഉണ്ട്. അപ്പൊ 2 ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ കൺസിഡർ ചെയ്യണം. അപ്പൊ 2x പ്ലസ് 7 × -2 ഈക്വൽ എത്രയായിരിക്കും? അവന്റെ ടോട്ടൽ ചാർജ് എത്രയാണ്? -2. അപ്പൊ 2x - 14 ഈക്വൽ ടു -2 എന്നും, അവിടുന്ന് 2x ഈക്വൽ ടു -2 + 14 എന്നും, അവിടുന്ന് 2x ഈക്വൽ ടു 12 എന്നും, അവിടുന്ന് x ഈക്വൽ ടു 12/2 എന്നും, x ഈക്വൽ ടു +6 എന്നും ആയിരിക്കും വരുന്നത്. അപ്പം എന്താണ് ക്രോമിയത്തിന്റെ Cr2O3 2- ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും +6 ആയിരിക്കും. കാണാതെ പഠിച്ചിട്ട് പോയാല്, കാരണം ചിലപ്പം ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ Cr2O7 എന്നായിരിക്കും വരുന്നത്. ചാർജ് തരും, Cr2O4 തരാം. മനസ്സിലായോ? അപ്പൊ തന്നിരിക്കുന്ന കോമ്പൗണ്ട് അനുസരിച്ച് എങ്ങനെയാണോ എഴുതുന്നത് അതിനനുസരിച്ച് വേണം പഠിക്കുക. അല്ലാതെ CrO എന്ന് എല്ലായിടത്തും കണ്ടു കഴിഞ്ഞാൽ അതിനകത്തെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലായിടത്തും എന്തല്ല ഇതല്ല. ഓക്കെ ആണല്ലോ? അതേപോലെ നമ്മളിപ്പോ KMnO4 എഴുതി, KMnO4നകത്ത് M ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. എന്നാൽ MnO4 എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് M ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേറെ വരും. MnO2 വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേറെ വരും. മനസ്സിലായോ? എല്ലാം ജനറൽ, അതായത് ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആൾക്കാർ പല കോമ്പൗണ്ടിലും പലതാണ് കാണിക്കുന്നത്. അത് ഇവരെല്ലാം ഡി ബ്ലോക്ക് എലമെന്റ്, ഈ ക്രോമിയം മാംഗനീസ് ഒക്കെ ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞ എലമെന്റ് അറിയാം? ഡി ബ്ലോക്ക്. ആ ഡി ബ്ലോക്കിൽ പെടുന്ന എലമെന്റ് ആയതുകൊണ്ട് ഇവര് ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. മാംഗനീസിന് ഏകദേശം 2, 3, 4, 5, 6, 7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും ശരിക്കും മാംഗനീസ്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തൊരു കോമ്പൗണ്ട് വരാം. നമ്മുടെ ഇദ്ദേഹം പറഞ്ഞ കോമ്പൗണ്ട് ഏതായിരുന്നു എന്ന് പറഞ്ഞേ ജ്യോതിസ്? H2S2O8. H2S2O8. O8. H2S2O7 അല്ലേ? H2S2O7 എന്ന് പറയുമ്പോൾ ഒലിയം എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ്. H2S2O8 എന്താ? ഒരു സെക്കൻഡ് ഒന്ന് നോക്കിക്കോട്ടെ. H2S2O7 അല്ലേ? അല്ല, H2S2O, ഒലിയത്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, പെറോക്സി സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ കറക്റ്റ്. H2S2 അത് ഇങ്ങനെ വരാം കേട്ടോ ജ്യോതിസ്, ഇങ്ങനെ വരാം. H2S2O7 വേണേ വരാം. ഇത് ഒലിയമാണ്. മനസ്സിലായോ? ഇത് നമ്മൾ പണ്ട് പഠിച്ച കൊച്ചു ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നായിരുന്നു ഒലിയം. അതവിടെ നിൽക്കട്ടെ. എനിവേ, ഇതിന്റെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലയോ? അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇതിന്റെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കും. ഹൈഡ്രജന്റെ എത്രയാ? +1. അപ്പൊ 2 × +1 പ്ലസ് ഇവിടെ 2 × x പ്ലസ് എന്താ ഇവിടെ 8 × -2 ഈക്വൽ എത്രയാ? 0. ഓക്കെ, ഇവിടെ നിന്ന് 3 കൊടുക്കാം. 3 + 2x - 16 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അവിടെ നിന്ന് 2x - 12 അല്ലല്ലോ, ഒരു സെക്കൻഡ്. ഏതാ? ഓക്കെ, കറക്റ്റ്. 6 വരുവേ. 6 ആണ് ആൻസർ. ഇവിടെ നോക്കിയോ. ഇവിടെ 2 × +1 ആണ്, പ്ലസ് എന്താണ് 2 × x ആണ്, പ്ലസ് 8 × എത്രയാ? 8 ×
മൈനസ് 2 ആണ് ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് 2 ഇൻറ്റു പ്ലസ് 1 2 തന്നെ പ്ലസ് 2x മൈനസ് 16 ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് 6 ആണല്ലോ വരുന്നത്. 2x minus 14 is equal to 0. അവിടുന്ന് 2x is equal to 14, x is equal to 14/2 is equal to plus 7. പക്ഷെ ഒലിയത്തിന്റെ ആണ് വരുന്നത്, ഇതിൻ്റെത് പ്ലസ് ആവാനാവത്തില്ല. ഏതാടാ? ആ ഒലിയല്ല, ഇത് ഒലിയല്ല, ഇത് ഓക്സിജൻ പ്ലസ് 6 ആണ്. ഇതിന്റെ ആൻസർ പ്ലസ് 6 ആണോ തന്നിരിക്കുന്നത് നിങ്ങളുടെ? നമ്മളോട് പറഞ്ഞില്ല, കേട്ടില്ല. ക്വസ്റ്റ്യൻ തന്നേ ഉള്ളൂ, നമ്മളോട് ആൻസർ ഒന്നും പറഞ്ഞില്ല. അതിൻ്റെത് ഇത് പ്ലസ് 6 ആണ് വരേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനും പഠിച്ചിട്ടുള്ള പ്ലസ് 6 എന്ന്. നമുക്കിപ്പോൾ ചെയ്തപ്പോൾ ഓക്സിജൻ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് നോക്കട്ടെ, ഒന്ന് ചെക്ക് ചെയ്തിട്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ 6 ആണ്, നമുക്ക് 7 ആവുന്നത്. എന്തായാലും നോക്കാം, നോക്കിയിട്ട് പറയാം. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ വ്യത്യാസം ഉണ്ടോ? 2 ഇൻറ്റു പ്ലസ് 1 2 തന്നെ, പിന്നെ 2 ഇൻറ്റു എക്സ് 2x 8 ഇൻറ്റു മൈനസ് 16 2 മൈനസ് 16 മൈനസ് 14 2x മൈനസ് 14 2x പ്ലസ് 40 2x 14/2 പ്ലസ് 7 ആണ്. ഓക്കെ, അത് നോക്കാമേ. ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ പറയാം. H2SO3 സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടുപിടിച്ചേ. ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് H2S oxidation state of sulfur in H2SO3. അതൊന്ന് കണ്ടുപിടിച്ചേ. നോക്കട്ടെ എത്ര കിട്ടി, ആൻസർ കിട്ടി, എല്ലാവർക്കും എത്ര കിട്ടിയ? എല്ലാരും ഒന്ന് പറയണേ, കിട്ടിയ ആൾക്കാർ പറയണേ. പ്ലസ് 2 ഇത് 2 ഇൻറ്റു പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 3 ഇൻറ്റു മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ 2 പ്ലസ് എക്സ് മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് എക്സ് അല്ല, ഇവിടെ 2 മൈനസ് 6 എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് 4 ആയിരിക്കും ആൻസർ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഇതിന്റെ ഈ നമ്മുടെ ഇതിന്റെ മുകളിലത്തെ നമുക്ക് ഒന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ പ്ലസ് 6 ആണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം. നോക്കിക്കോ, ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിന്റെ സ്ട്രക്ചർ വരച്ച് കാണിക്കാം, എന്നാലേ അതിനകത്ത് മനസ്സിലാകത്തുള്ളൂ. നോക്കിക്കോ, ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. അതായത് നമ്മളിപ്പോൾ വരയ്ക്കുന്ന ഇത് ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
നോക്കിക്കോളൂ. എച്ച് ഒ നമ്മുടെ ആ ഫോർമുല എന്തായിരുന്നു? ആ H2S2O8. ഓക്കെ, ഇതിന്റെ റിയൽ ഫോർമുല എങ്ങനെയാ വരുന്നത് അറിയോ? നോക്കിക്കോളൂ, ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല HOS, ഇതേലൊരു ഡബിൾ ബോണ്ട്, ഇതേലൊരു ഡബിൾ ബോണ്ടോ, ഇതേലൊരു O, വീണ്ടും ഇതൊരു O, ഇതും ഇവിടെ എസ് ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ O, ഇവിടെ H. നോക്കിക്കോ, H2 ഇവിടെ ഉണ്ട്. നോക്കി, സ്ട്രക്ചർ വേണം വരച്ചിട്ടേക്കണം, പരീക്ഷയ്ക്കൊന്നും വരയ്ക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇത് നമ്മൾ ചെയ്യുമ്പോൾ +7ഉം റിയലി ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6ഉം. അത് ഞാൻ പണ്ട് മുതലേ പഠിച്ചിരിക്കുന്നത് +6 ആണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ +7 കിട്ടിയപ്പോൾ അത് തെറ്റാണ്. അതിന്റെ കാരണം ഞാൻ കണ്ടുപിടിച്ചു, നോക്കാം നമുക്ക്. അതായത് ഇവിടെ H2 എന്ന് പറയുമ്പോൾ കണ്ടോ 2 H ഉണ്ട്. O എത്ര എണ്ണം ഉണ്ട്? O 8 എണ്ണം നോക്കി, ഉണ്ടോ നോക്കി, 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. സൾഫർ 2 എണ്ണം. ഇവിടെ ഇതിനകത്ത് ഈ 2 ഓക്സിജൻ കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ പെറോക്സി ഗ്രൂപ്പാണ്. പെറോക്സി ഗ്രൂപ്പ്, മറ്റേ പെറോക്സൈഡ് എന്ന് പറഞ്ഞില്ലേ ഇല്ലേ? ബാക്കിയുള്ള എല്ലാം നോർമൽ ഓക്സിജന്റെ കേസിൽ വരുന്നതാണ്. അപ്പൊ പെറോക്സി ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് എന്ത് പറയും? അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? -1. അപ്പൊ ഈ 2 ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ -1 എടുക്കുകയും ബാക്കിയുള്ള 6 ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ എന്ത് എടുക്കണം? -2 എന്ന് എടുക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് അറിയുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? നമ്മൾ സാധാരണഗതിയിൽ ഓക്സിജന്റെ എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ എടുക്കുന്നത്? നമ്മൾ -2 ആണ് എടുക്കുന്നത്. പക്ഷെ ഇതിന്റെ സ്ട്രക്ചറിലേക്ക് പോകുന്ന സമയത്ത് ഇത് പഠിക്കണം, അങ്ങനെ തന്നെ പഠിക്കണം. ഇത് രണ്ടോ, അതായത് 2 സ്പീഷ്യസിനെ മീറ്റ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്യിപ്പിക്കുന്ന ഓക്സിജനെയാണ് നമ്മൾ പെറോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ പെറോക്സി ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമേ ഒരു ഡോട്ട് ഇട്ട് അതുകൊണ്ടാണ് തന്നത്. പെറോക്സൈഡ് ഗ്രൂപ്പിന്റെ ഓക്സിജനകത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? -1 ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയോ, അപ്പൊ ഇവിടെ നോക്കിയോ, ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? ഹൈഡ്രജൻ 2. അപ്പൊ എങ്ങനെയാ? 2 × +1 പ്ലസ് അടുത്തതിന്റെ സൾഫറിന്റെ അറിയാമോ? ഇല്ല, X. 2 × X അല്ലയോ? 2 സൾഫർ ഉണ്ട്, അപ്പൊ 2 × X ആണല്ലോ. 2 × X പ്ലസ് 2 ഓക്സിജൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളതാണ്. അപ്പൊ +2 × -1 പ്ലസ് ബാക്കി 6 ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളതാണ്. അപ്പൊ 6 × -2 = 0. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × +1 എന്ന് പറയുമ്പോൾ 2 പ്ലസ് 2x -2 പ്ലസ് 12 +12 അല്ല -12 വരും. -12 = 0. അപ്പൊ നമുക്ക് ഈ +2ഉം -2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2x - 12 = 0 എന്ന് വരുന്നു. 2x = 12 എന്ന് വരുന്നു. x = 12/2 എന്ന് വരുന്നു. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് +6 എന്ന് വരും. ഐഡിയ കിട്ടിയെങ്കിൽ പറയണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോർമൽ കൺസെപ്റ്റ് നമ്മൾ ആ പെറോക്സൈഡ് ഓക്സിജന്റെ പെറോക്സൈഡ് ഫോമിലുള്ളതും സൂപ്പർ ഓക്സൈഡ് ഫോമിലുള്ളതും ഡൈഫ്ലൂറൈഡും ഡൈ ഓക്സിജൻ ഫ്ലൂറൈഡും ഒക്കെ തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഓരോ ഡോട്ട് ഇട്ട് തന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണെന്നറിയാമോ? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാം. ഹിയർ 2 ഗ്രൂപ്പ്സ്, ഹിയർ 2 ഗ്രൂപ്പ്സ്. പരീക്ഷയ്ക്ക് ഇതൊന്നും എഴുതണ്ട കേട്ടോ, പരീക്ഷയ്ക്ക് ഇത് ഓർത്ത് വെച്ചാൽ മതി ഈ കോമ്പൗണ്ട് ഇങ്ങനെയാണെന്നുള്ളത്. ഹിയർ 2 ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് by 2 oxygen atom known as peroxy linkage. Peroxy linkage എന്ന് പറയുമ്പോൾ O linkage കണ്ടോ, ഇതിനെയാണ് പെറോക്സി ലിങ്കേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, in peroxide oxygen has -1 oxidation number, and in general condition oxygen has -2 oxidation number. The general condition, general oxygen atom has
ജനറൽ ഓക്സിജൻ ആറ്റം ഹാസ്. ഇന്നും വേണ്ട, ജനറൽ ഓക്സിജൻ ആറ്റം ഹാസ് എന്ന് പറഞ്ഞു എഴുതിയാൽ ഇൻ ജനറൽ കണ്ടീഷൻ എന്നല്ല, ജനറൽ ഓക്സിജൻ ആറ്റം ഹാസ്. പരീക്ഷയ്ക്ക് ഇതൊന്നും എഴുതണ്ട കേട്ടോ. എന്ത് എഴുതണ്ട? ഇങ്ങനെ വലിച്ചു വാരി എഴുതണ്ട, ഈ സാധനം എഴുതണ്ട. എന്ത് ഓർത്താ മതി, അത് H2SO7 ഒക്കെ സ്പെഷ്യൽ കോമ്പൗണ്ട് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിനകത്ത് ഓക്സിജൻ എന്താ ഇതാന്ന് ഓർത്താ മതി. എന്താ? പെറോക്സി ആണ്. 2 ഓക്സിജൻ. ആ 2 ഓക്സിജൻ പെറോക്സി ആയതുകൊണ്ട് ആ 2 ഓക്സിജന്റെ മാത്രം ഓക്സിഡേഷൻ നമ്പർ -1 കൊടുക്കുക, ബാക്കിയുള്ള ഓക്സിജന് -2 കൊടുക്കുക, അങ്ങനെ എഴുതുക. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്ട്രക്ചർ കാണിക്കാം. സ്ട്രക്ചർ വരച്ചു വെച്ചേക്കണം. നേരെ മറിച്ച് ഒലിയം വന്നാലോ, ഇത് വന്നാലോ, അതായത് ഇത് വരുവാണെങ്കിലോ, അതായത് വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ what is the oxidation state of sulfur in H2SO7 എന്ന് തന്നാലോ, ഇതോ? അപ്പം ഇതിനകത്ത് പെറോക്സി ഓക്സിജൻ ഒന്നും ഇല്ല. ഇതിനകത്ത് ഓക്സിജൻ നോർമൽ ആയ സ്ട്രക്ചർ നോർമൽ സ്ട്രക്ചർ പോലെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഓക്സിജനെ ജനറൽ ആറ്റം ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് H2SO7 നമുക്ക് ഇങ്ങനെ എടുക്കാം. 2 × +1 പ്ലസ് എന്താണ്, 2 × +1 2 × +1 പ്ലസ് സൾഫറിന്റെ അറിയത്തില്ല, അപ്പൊ 2 × x എന്ന് എടുത്തു, പ്ലസ് 7 × -2 തന്നെ എടുക്കാം, ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ 2 വരും, ഇവിടെ 2x വരും, ഇവിടെ -14 വരും, 0. അപ്പൊ ഇവിടെ 2 - 14 -12 ആണ്. അപ്പൊ 2x - 12 = 0. അവിടുന്ന് 2x = 12, അവിടുന്ന് x = 12/2 = 6. അപ്പൊ ഇത് +6 ആണ്. മറ്റേന്റെയും +6 തന്നെ. അതിന്റെ കണ്ടീഷൻ വേറെയാണ്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ ആണോ? ഓരോരുത്തരോടും ചോദിക്കുക, ഇത് ഓക്കെ ആണോ എന്നൊന്ന് പറയണേ. അതായത് അനുഷ്ക ഓക്കെ ആണോ? അനുഷ്ക, അനഘ, Okay, answer. അന്ന, Okay, sir. ക്രിസിൻ, ധനു, ജന്ന, ജോഹാൻ, ജ്യോതിസ്. Okay, answer. ജ്യോതിസിന് മനസ്സിലായത് ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേന്ന്? മനസ്സിലായി. ഓക്കെ. സൂര്യഗായത്രി ഓക്കെ ആണോ? Okay, sir. ഞാൻ എന്നാ ക്ലാസ് ഇന്ന് ഇച്ചിരി നേരത്തെ നിർത്തുകയാണ്. നാളെ നമുക്ക് കുറച്ച് എടുക്കാം. ഇനിയും നമുക്ക് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് പഠിപ്പിക്കാനുള്ളത്. കുറച്ചുണ്ട്.